ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നു ഗോപി 65. നമ്മൾ പള്ളിപ്പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഓരോരോ ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗോപി ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കോളിഫ്ലവർ ഫ്രൈ ചെയ്ത്. അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് തുടങ്ങിയാലോ? ഗോപി 65 തയ്യാറാക്കാനായി നമ്മൾ ഒരു കോളിഫ്ലവറിന്റെ പകുതി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, മുട്ട വേണം, ചതച്ച മുളക് വേണം, കോൺഫ്ലവർ വേണം, പുട്ടുപൊടി വേണം, കസ്തൂരി മേത്തി വേണം, പച്ചമുളക് 2 എണ്ണം നടുവേ കീറിയത് വേണം. അതുകൂടാതെ നമ്മൾ ഒരു പപ്പടോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പടം ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. നമുക്ക് തുടങ്ങിയാലോ? പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗോപി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നു. മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. സ്വല്പം ചതച്ച മുളക്, കസ്തൂരി മേത്തി നല്ല ഫ്ലേവറൊക്കെ കിട്ടും. അതിന് നമ്മൾ കസ്തൂരി മേത്തി ചേർക്കുന്നത്. പുട്ടുപൊടി 1 ടീസ്പൂൺ പുട്ടുപൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ. പകുതി നാരങ്ങയുടെ നീരോട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. മസാല ഇട്ട കോളിഫ്ലവർ. എണ്ണ ഓവർ ചൂടായി പോലും ശ്രദ്ധിക്കണം. ഓവർ ചൂടാണെങ്കിൽ ഇത് വെന്ത് കിട്ടുകയില്ല, അതുപോലെ കരിഞ്ഞു പോകും. അതുകൊണ്ട് കണക്കിന് ചൂടിന് ആകുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഗോപി നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഈ സ്ലൈസറയിലിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ആ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു എളുപ്പ വഴി. ഇത് കണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഗോപി നമുക്ക് കോരിയെടുക്കാം. ഗോപി 65ൻ്റെ കൂടെ 2 പച്ചമുളക് വറുത്തോടെ ഉണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ 2 പച്ചമുളകും 1 പപ്പടോടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല കാണാനും നല്ല സ്റ്റൈലായിരിക്കും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി കറിവേപ്പിലൂടെ അങ്ങിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ആ ഗോപിയുടെ കൂടെ അങ്ങ് ചേർക്കാം. ഗോപി 65 നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കോളിഫ്ലവറും പപ്പടവും പച്ചമുളകൂടെ ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലില്ലേ? ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിനെ ക്ഷണിക്കുക. സുഹൃത്ത് കഴിച്ചു നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ചേട്ടാ. കഴിച്ചു നോക്കിയിട്ട് പറയാം. കൊള്ളാം, നല്ല എരിവും പിടിച്ചിട്ടുണ്ടല്ല മസാലയിനകത്ത്. കൊള്ളാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് കോളിഫ്ലവർ ഫ്രൈ, അതായത് ഗോപി 65 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.